ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കോഴഞ്ചേരി 4 മണിക്കാറ്റിൽ നടന്ന ഒരു ഓണാഘോഷ പരിപാടിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞങ്ങളുടെ 4 മണിക്കാറ്റിലേക്ക് കയറുന്ന വഴി കേട്ടോ. അപ്പം ഞങ്ങളുടെ 4 മണിക്കാറ്റിൻ്റെ അവിടെ ഇന്ന് ഓണാഘോഷ പരിപാടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ പരിപാടി ഈ വർഷം നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതേണ്ട ഞങ്ങളിങ്ങനെ ഈ 4 മണി കാറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴികളാണിത്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ 4 മണിക്കാറ്റും വലത്തോട്ട് തിരിഞ്ഞാൽ ഞങ്ങളുടെ TV ജംഗ്ഷനിലേക്ക് ഇറങ്ങാനുള്ള വഴിയുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണി കാറ്റെന്ന് പറയുന്ന സ്ഥലം കുറച്ച് നാളുകൾക്ക് മുന്നേ കാട് കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വന്ന് ഒത്തിരി പേര് നിൽക്കുകയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതും കൊണ്ട് 3-4 വാർഡ് കൂടി അത് അവിടെ എല്ലാം വൃത്തിയാക്കി ഈ വർഷം നല്ലൊരു പരിപാടിയോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഇതിലാണ് ഈ പരിപാടി ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ TV ജംഗ്ഷനിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പേര് രാവിലെയും വൈകിട്ടും എല്ലാം നടന്നു പോകുന്നൊരു വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടി മുൻകൈ എടുത്തവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞങ്ങളൊക്കെ പേടിച്ചു പോയിട്ടുള്ള ഒരു വഴിയാണിത് കേട്ടോ. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് ഈ കണ്ടത്തിൽ കൂടി ചെറിയൊരു വരമ്പ്, അതേലെ ചള്ളയൊന്നും പറ്റരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നടന്ന ഒരു സമയമൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിപ്പം നല്ല അടിപൊളി വഴിയൊക്കെ ആയിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾ വേണ്ട ഇവിടെ മുട്ടായി പറക്കൽ നടത്തുന്നുണ്ട്. അപ്പം മുട്ടായി പറക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കസേരകളിയുണ്ട്. കസേരകളിയിൽ വലിയവരിൽ കസേരകളിയിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അധികം പരിപാടിയൊന്നും നടത്താനുള്ള സമയമില്ലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. എന്നാൽ ആ വെയിലിനെ ഒന്നും വക വെക്കാതെ ഒത്തിരി പേര് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വൻപിച്ച വിജയമായിരുന്നു കേട്ടോ ഈ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു മാവേലി തമ്പുരാനെ വരവേൽക്കാൻ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിഞ്ഞിട്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ പോയിട്ടുണ്ട്. മാവേലി തമ്പുരാനെ വരവേറ്റുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നു. അധികം താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് പിന്നെ പത്തനംതിട്ട സരികയുടെ ഗാനമേളയുണ്ടായിരുന്നു. അത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 4 മണിക്കാറ്റിലെ ഓണപ്പരിപാടി വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ തുടർന്ന് കാണണേ. അപ്പോൾ എല്ലാവരും ബാക്കി വീഡിയോ കണ്ടേച്ച് വരൂ.